ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെ നടക്കും. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തകരാറിലായ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ ഇന്നും മുടങ്ങി. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ ഗസ നഗരത്തിൽ ആക്രമണം കടുപ്പിക്കുന്നതിന് മുന്നോടിയായി റഫേൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. IPL-ൽ ബംഗളൂരുവിനെതിരെ ഡൽഹിക്ക് ഫീൽഡിംഗ്. രാജസ്ഥാനെതിരെ ചെന്നൈയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 17,70,00,000-ലധികം വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. പൊതുതെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലും മുഴുവൻ മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഝാർഖണ്ഡിലെ 4 പശ്ചിമബംഗാളിലെ 8 സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിൽ 13 മധ്യപ്രദേശിൽ 8 ഒഡീഷയിൽ 4 മഹാരാഷ്ട്രയിൽ 11 ജമ്മുകശ്മീരിൽ 1 ബീഹാറിൽ 5 സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ വിധിയെഴുതും. 1717 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 1,92,000 പോളിംഗ് സ്റ്റേഷനുകളിലായി 19 ലക്ഷത്തിലധികം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സമ്മതിദായകരുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കുന്നതിന് തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് സമയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന പകൽ താപനില കണക്കിലെടുത്ത് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ നടന്ന 3 ഘട്ടങ്ങളിലുമായി രാജ്യത്തെ 283 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. 4ാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ ജനവിധി തേടുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ്, അർജുൻ മുണ്ടെ, ജി കിഷൻ റെഡ്ഡി, അജയ് കുമാർ മിശ്ര, JDU-വിന്റെ രാജീവ് രഞ്ജൻ സിംഗ്, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി, തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൊയ്ത്ര, ശത്രുഘ്നൻ സിൻഹ, AIIM-ന്റെ അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം 175 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായാണ് നടക്കുന്നത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. 147 നിയമസഭാ മണ്ഡലങ്ങളിലെ 28 സീറ്റുകളിലും 21 പാർലമെന്റ് മണ്ഡലങ്ങളിലെ 4 സീറ്റുകളിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 20-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാഷ്ട്രീയ കക്ഷികൾ ഊർജിതമാക്കി. BJP-യുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ ബരക്പൂരിലെ സ്ഥാനാർത്ഥി അർജുൻ സിംഗിനു വേണ്ടി പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ പൊതുറാലിയെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും സംയുക്തമായി ബരാബങ്കിയിൽ INDI സഖ്യ സ്ഥാനാർത്ഥിക്കായി പൊതുറാലിയെ അഭിസംബോധന ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോത്തിനഗർ, ഉത്തംനഗർ എന്നിവിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഉത്തർപ്രദേശിൽ 6ാമത്തെയും 7ാമത്തെയും ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മിർസാപൂരിൽ രമേശ് ബിന്ദ് മത്സരിക്കും. നേരത്തെ രാജേന്ദ്ര ബിന്ദിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ ദദോഹിയിലെ BJP MP ആയിരുന്ന രമേശ് ബിന്ദ് സമാജ്വാദി പാർട്ടിയിൽ ചേർന്നതോടെ അദ്ദേഹത്തിന് അവസരം നൽകുകയായിരുന്നു. NDA-യുടെ അനുപ്രിയ പട്ടേലാണ് രമേശ് ബിന്ദിന്റെ എതിരാളി. രാജ്യത്തെ പാവപ്പെട്ടവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി സമഗ്രമായ പരിഷ്കരണത്തിലൂടെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഇരട്ട ദൌത്യമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡാനന്തരം ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇത് ഇന്ത്യയുടെ സമയമാണെന്ന പുതിയ ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തകരാറിലായ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഇന്നും സാധാരണ നിലയിലായില്ല. കൊച്ചിയിൽ നിന്നുള്ള ചില സർവീസുകൾ ഇന്ന് മുടങ്ങി. അബുദാബി, റിയാദ്, ദമാം, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസുകൾ തടസ്സപ്പെട്ടു. കൊച്ചിയിൽ നിന്ന് രാവിലെ പുറപ്പെടേണ്ട ദമാം, ബഹ്റൈൻ സർവീസുകളും മുടങ്ങിയിരുന്നു. കൊൽക്കത്ത, ഹൈദരാബാദ്, ബംഗളൂരു ആഭ്യന്തര വിമാന സർവീസുകളും ഇന്ന് മുടങ്ങി. ജമ്മു കശ്മീരിൽ റിയാസി ജില്ലയിലെ വനമേഖലയിൽ ഭീകരരുടെ ഒളിത്താവളം സുരക്ഷാസേന കണ്ടെത്തി. രാഷ്ട്രീയ റൈഫിൾസും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഭൂമിക്കടിയിലെ ഒളിത്താവളം കണ്ടെത്തിയത്. 1 കിലോയുടെ സ്ഫോടക വസ്തുക്കളും ഇവിടെ നിന്നും പിടിച്ചെടുത്തു. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ ഡൽഹി ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അതേസമയം ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിച്ചു. രാജസ്ഥാൻ ഉയർത്തിയ 142 റൺ വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ 10 പന്ത് ബാക്കി നിൽക്കെ ചെന്നൈ മറികടന്നു. ഗ്രാൻഡ് ചെസ് ടൂറിന്റെ ഭാഗമായി പോളണ്ടിലെ വാർസോയിൽ നടക്കുന്ന സൂപ്പർ ബെറ്റ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ് ടൂർണമെന്റിലെ ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ ലോക 1 നമ്പർ താരം നോർവേയുടെ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി. പ്രജ്ഞാനന്ദയോട് തോൽവി വഴങ്ങിയ കാൾസൺ 18 പോയിന്റോടെ ടൂർണമെന്റിൽ 2ാം സ്ഥാനത്താണ്. 20.5 പോയിന്റുമായി ചൈനയുടെ വെയ് ഇയാണ് മുന്നിൽ. അതേസമയം ടൂർണമെന്റിൽ ഇതുവരെ 14.5 പോയിന്റാണ് പ്രജ്ഞാനന്ദ നേടിയത്. തെക്കൻ ഗാസ നഗരത്തിൽ ആക്രമണം കടുപ്പിക്കുന്നതിന് മുന്നോടിയായി റഫേൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. സെൻട്രൽ റഫേലെയും മറ്റ് പ്രദേശങ്ങളിലെയും ആളുകൾക്കാണ് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയത്. ഇതിനോടകം 3 ലക്ഷം പേർ പലായനം ചെയ്തിട്ടുണ്ട്. അതേസമയം റഫേൽ കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരെ സുരക്ഷിതമല്ലാത്ത മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനെ യൂറോപ്യൻ കൌൺസിൽ അധ്യക്ഷൻ ഷാൾസ് മിഷേൽ എതിർത്തു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ ഇസ്രായേൽ മാനിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്തോനേഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും ബ്രസീലിലും ശക്തമായ മഴയിൽ കെടുതികൾ രൂക്ഷം. ഇന്തോനേഷ്യയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയായ സുമാത്രയിൽ 28 പേരാണ് പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചത്. നിരവധി പേരെ കാണാതായി. 16 പാലങ്ങളാണ് ശക്തമായ മഴയിൽ തകർന്നത്. അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 315ആയി. 1600-ലേറെ പേർക്ക് പരിക്കേറ്റു. ബ്രസീലിലും പ്രളയക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. 136 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. 125 പേരെ കാണാതായി. കാർഷിക മേഖലയിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. 2 ദശലക്ഷത്തിലധികം പേരെയാണ് പ്രളയം ബാധിച്ചത്. കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവുമാണ് ശക്തമായ മഴയ്ക്ക് കാരണമെന്ന് ഐക്യരാഷ്ട്രസഭയും ബ്രസീൽ സർക്കാരും അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് വീണ്ടും കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമ്യു റീത്ത ഷെർപ്പ. ഇതോടെ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയെന്ന റെക്കോർഡ് അദ്ദേഹം നിലനിർത്തി. 54-കാരനായ കാമ്യു റീത്ത 29ാം തവണയാണ് എവറസ്റ്റ് കീഴടക്കുന്നത്. 20 പർവ്വതാരോഹകർക്കൊപ്പമാണ് അദ്ദേഹം കൊടുമുടി കയറിയത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തെഴുതി. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ മുന്നിലാണ് പാലക്കാട് ഡിവിഷൻ. എന്നിട്ടും ഈ ഡിവിഷൻ നിർത്തലാക്കുന്നത് കേരളത്തിനെതിരായ ഗൂഢനീക്കമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യ നേപ്പാൾ ഫൌണ്ടേഷന്റെ 38ാമത് ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ ശങ്കർ പ്രസാദ് ശർമ്മ സിക്കിമിലെത്തി. രംഗ്പോയിൽ എത്തിയ അദ്ദേഹത്തെ SDMന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ചിട്ടുള്ള യോഗം മെയ് 12 മുതൽ 14 വരെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെ നടക്കും. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തകരാറിലായ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ ഇന്നും മുടങ്ങി. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ ഗസ നഗരത്തിൽ ആക്രമണം കടുപ്പിക്കുന്നതിന് മുന്നോടിയായി റഫേൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. IPLൽ ബംഗളൂരുവിനെതിരെ ഡൽഹിക്ക് ഫീൽഡിംഗ്, രാജസ്ഥാനെതിരെ ചെന്നൈയ്ക്ക് ജയം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.